ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ കുളിച്ച് റെഡിയായി നിൽക്കുകയാണ്. വിളക്ക് കത്തിക്കണം, പാപ്പുന് സ്കൂളിൽ പോകണം, ബിജോണിന് പോകണം, പിന്നെ ഒരു കല്യാണത്തിന് പോകണം കേട്ടോ ഈവനിങ്. അപ്പോൾ രാവിലെ തന്നെ വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് നേരെ കിച്ചണിലോട്ട് കയറിയത് കേട്ടോ. അങ്ങനെ കിച്ചണിൽ കയറിയിട്ട് വെജിറ്റബിൾ റൈസ് വെക്കാമെന്ന് കരുതിക്ക് പിന്നെ റൈസ് എടുത്ത് വേവിക്കാനായിട്ട് അടുപ്പിലോട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് മുട്ട വേവിക്കാൻ വെച്ചു. മുട്ട വറുത്തത് ഉണ്ടാക്കാനായിട്ട് ചിക്കനൊന്നുമില്ല. അങ്ങനെ പിന്നെ ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തിട്ട് സോട്ട് ചെയ്യാനായിട്ട് അടുപ്പിലോട്ട് വെച്ചു കേട്ടോ. അതിരുന്ന് പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവട്ടെ, ഒരുപാട് വേവണ്ട, ചെറുതായിട്ടൊന്ന് വേവട്ടെ. അതേസമയം ഞാൻ മുട്ട എടുത്ത് പുരട്ടി മസാലയൊക്കെ പുരട്ടി നമ്മുടെ ഒരു അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ട വറുക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾ വെന്തിട്ടുണ്ട്. ഞാൻ റൈസ് ഇട്ട് അതിനെ ഒന്ന് ഇളക്കിയൊക്കെ എടുക്കുവാണ് കേട്ടോ, ഉപ്പൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് ഞാൻ സാലഡ് ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ സാലഡും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾ റൈസ് ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് ഞാൻ മല്ലിയിലൊക്കെ തൂക്കി വിതറിയിട്ടുണ്ട്, കിടക്കട്ടെ ഒരു വഴിക്ക് പോകുന്നില്ലേ. അങ്ങനെ അത് റെഡിയാക്കി അപ്പോഴേക്കും മുട്ട വറുത്തതും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുട്ടികൾക്ക് കൊണ്ടുപോകുന്നതെല്ലാം പാക്ക് ചെയ്ത് അവരെ സ്കൂളിൽ വിട്ടു. ബിജോനും പോയി കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ പാപ്പും ബിജോനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കല്യാണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടത് മേക്കപ്പ് ചെയ്യാൻ പോകണമെന്ന്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ വലിയ മേക്കപ്പൊന്നും അല്ല, മോയ്സ്ചറൈസിങ്, സൺസ്ക്രീം, ലിപ്സ്റ്റിക്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പിന്നെ ഭയങ്കര വലിയ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ. അങ്ങനെ ആദ്യമേ തന്നെ മോയ്സ്ചറൈസിങ് ഇട്ടു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് സൺസ്ക്രീം ലോഷൻ. ഇല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമുക്ക് സർഫ് എക്സലിൽ കിടക്കാം കേട്ടോ. അങ്ങനെ അതും ഇട്ടിട്ട് പുരുക ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണല്ലോ, എന്നാലേ നമുക്കുള്ള ഫേസിന് കൂടുതൽ എൻഹാൻസ് ചെയ്ത് കാണിക്കുകയുള്ളൂ. എന്നിട്ട് ഞാൻ കണ്ണ് എഴുതുവാണ് കേട്ടോ. എൻ്റെ ഒരു കണ്ണ് ചെറുതും ഒരു കണ്ണ് വലുതുമാണ് കേട്ടോ. എന്താണ് അങ്ങനെയെന്ന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ കണ്ണും എഴുതിയിട്ട് ഞാൻ ഒരു കുഞ്ഞു പെട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും പാടുള്ള കാര്യമാണ് തല കെട്ടുക, മുടി കെട്ടുക എന്നുള്ളത്. ഈ ഒരു വർഷം മുന്നേ ആണെങ്കിൽ ഞാൻ മുടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുടി കെട്ടത്തില്ല, ഇങ്ങനെ അഴിച്ചിട്ടിട്ട് സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ മറ്റേ ഹെയർ ഡ്രസ്സറൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ അതൊരു പാടില്ലായിരുന്നു. ഇപ്പം മുടി വളർന്നപ്പോൾ ഇനിയിപ്പോൾ വെട്ടണം, വളർന്നപ്പോൾ അത് കെട്ടാനായിട്ട് പാട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നി ഇട്ടതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് എൻ്റെ മെയിൻ ഐറ്റം കമ്മലാണ് കേട്ടോ. ഈ ഒരു കമ്മൽ ഇട്ടാൽ മതി, വേറെ ഒരു ഓർണമെൻറ്റ്സും ഇടണ്ട. നമ്മുടെ ഫേസിന് അത്രത്തോളം എടുത്ത് കാണിക്കും കേട്ടോ. ഇത് ഞാൻ ഓൺലൈനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മേടിച്ചാണ്. നല്ല അടിപൊളി കമ്മലാണ് കേട്ടോ. അങ്ങനെ കമ്മലൊക്കെ ഇട്ടപ്പോൾ തന്നെ ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൊള്ളാമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ദുപ്പട്ടയൊക്കെ ഇട്ടു, വാച്ചൊക്കെ കെട്ടി ഞാൻ റെഡി ആയിട്ടോ. എന്നിട്ട് പാപ്പു റെഡി ആയിട്ടുണ്ട്, ബിജോന് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളിതാ പോവാണ് കേട്ടോ. പോകുന്ന വഴിയിൽ നിന്ന് അമ്മേനെയും അനിയത്തെയും മസൂനെയും കൂടെ കയറ്റിക്കൊണ്ടാണ് കേട്ടോ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് പോയത്. ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പം അകത്ത് കയറിയില്ല, പുറത്ത് തന്നെ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ മാമനും മാമിയും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ തന്നെ റിസപ്ഷനാണ് കേട്ടോ, വെഡിങ് റിസപ്ഷൻ തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് സംസാരിച്ച് കളിയും ചിരിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിനകത്തോട്ട് കയറിയത് കേട്ടോ. അതിനകത്ത് കയറിയപ്പോൾ നല്ല ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ മെയിൻ ഐറ്റമാണ് ഫുഡ് അടി, അതിലോട്ട് കിടന്നു കേട്ടോ. നല്ല ഫ്രൈഡ് റൈസും പൊറോട്ടയും അപ്പവും ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും സാലഡ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ തട്ടിവിട്ട് പുറത്തിറങ്ങി ഐസ്ക്രീമും കഴിച്ചുകൊണ്ടാണ് ഞങ്ങളിതാ വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ, അതുവരെ ടാറ്റ ബൈ, സീ യു.